ഫ്രണ്ട്സ് ഹീറോയ്ക്ക് ഷോക്ക്. എന്ത് 7 ഹസ്ബൻഡാ? അപ്പോൾ ഇത് എന്നായിട്ട് പറഞ്ഞു. അപ്പോൾ ജിമ്മിന് വന്ന് കൈവച്ച് എന്താ ഇത്? എന്തമ്മ എന്നാ 6 മമ്മി ഡാഡി വന്നു, എന്താ പറ്റി? ഇതില്ല മോം ഡാഡ് എന്ന് പറഞ്ഞായിരുന്നു. ഹീറോ ഷോക്കായിരുന്നു. അപ്പോൾ ജ്യൂസ് കൊടുത്തായിരുന്നു. ഹീറോ ജ്യൂസ് കുടിച്ചു. അപ്പോൾ ഇത് മീടുകായായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കോൾ ചെയ്തായിരുന്നു. ഹലോ മച്ചി, എടീ എന്ത് പറ്റു? അപ്പോൾ ഇത് ഡ്രീം അല്ലടി. അല്ലടി ഇത് ഡ്രീം അല്ല, ഇത് റിയലാ. അപ്പോൾ എൻ്റെ അടുത്തുള്ളതല്ല PTSാ. എടി മണ്ടി, നിൻ്റെ ഹസ്ബൻഡ് അവർ എന്ന് പറഞ്ഞു. അത് കേട്ട് അവർ ഷോക്കായി പോയി. അയ്യോ അപ്പോൾ എനിക്ക് PTS മെമ്പർ ഹസ്ബൻഡാ. ജോലി എന്നൊരു സന്തോഷത്തുള്ളെന്നിരിക്കുകയായിരുന്നു. സന്തോഷിച്ചോടി. അതിനായിട്ട് PTS മെമ്പർ സംസാരിക്കുമായിരുന്നു. എടാ നമുക്ക് ഇപ്പോൾ ട്രിപ്പ് ഇപ്പം നമ്മൾ ഇത്ര നാൾ ലീവ് മേങ്ങിയിട്ടുണ്ട്. 1 മന്ത് ലീവ് പറഞ്ഞാൽ മേങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്താ ചെയ്യടാ? ഇല്ലടാ, നമ്മളെ വൈഫ് ഇന്ത്യക്ക് പോവാ. ഇത് കേട്ട് പറഞ്ഞത് കേട്ട് ഷോക്കായിരുന്നു എല്ലാവർക്കും. എന്താടാ ഇന്ത്യക്ക് പോവാ? അതെടാ, അവൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുക, കോളേജിൽ അവൾ അവിടെ പഠിക്കുക. ഒരുവേള നമ്മളെ കണ്ട് അവൾ കുറച്ച് പേടിയായിരിക്കും, അതുകൊണ്ട് ഇന്ത്യയിൽ പഠിക്കട്ടവാ എന്ന് പറഞ്ഞു. കൂടുതലുള്ള പ്രശ്നമിടാ എന്ന് പറഞ്ഞിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനായിട്ട് ഹീറോയിൻ്റെ ഇവിടെ വന്ന് സംസാരിക്കുമായിരുന്നു. ഹീറോയി ഫ്രണ്ടിനോട് സംസാരിക്കുമായിരുന്നു. ഓർക്ക് മനസ്സിലായില്ല. അപ്പോൾ റോബോട്ട് പറയാൻ തുടങ്ങി. മച്ചി, നീ കോളേജിലേക്ക് വാ, ഇവിടെ സീനിയർ പറഞ്ഞു കേൾക്ക്, സീനിയറല്ല എന്നെ പറഞ്ഞിരുന്നു ഫ്രണ്ട്സ്. എൻ്റെ മച്ചിനെ പറഞ്ഞു. അതെടി സീനിയർ കോൾ ചെയ്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എൻ്റെ ഞങ്ങളെ ക്ലാസ്മേറ്റ് ഇല്ലേ, അവൾ പറഞ്ഞിരുന്നു വേഗം വരും കോളേജിൽ. സീനിയർ അവളോട് ചോദ്യം കേട്ടിട്ടുണ്ടു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. സീനിയർ ആരാ? അർജുൻ. എടി മച്ചി, എനിക്ക് പ്രപ്പോസ് ചെയ്തിരുന്നില്ല ആ സീനിയർ. ഇപ്പോൾ പാവം ആ സീനിയർക്കും അറിയില്ല എനിക്ക് മാരേജായി. ഇപ്പോൾ പറയാൻ പറ്റില്ല, നീ പഠിച്ചവനല്ലേ പറയാൻ പോകുന്നത്. അതെടി ഇല്ല, ഇപ്പോൾ അവർ ഐഡിലാണ്, പറയാൻ പറ്റില്ലല്ലേ. അതെ, സീനിയർ ഇന്ന് പുറകിൽ നടക്കും, ജോലിയല്ലേ. ഇത് 7 പേർക്ക് ഷാക്ക്. എന്ത്, നമ്മളെ വൈഫിൻ്റെ പുറകിൽ ഒരാൾ നടക്കാൻ പോകുന്ന? ഇത് നടക്കാൻ പാടില്ല, ഇവളെ കൂടെ ഞങ്ങളും പോകണു എന്ന് പ്ലാൻ ചെയ്ത്. ഹലോ, ഓക്കെ ശരി, എല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു സംസാരിച്ചായിരുന്നു. എല്ലാവരും പാക്കിങ് ചെയ്യാൻ തുടങ്ങി. ഹീറോയ്ക്ക് മനസ്സിലായില്ല. ഹീറോയ്, ആൻറ്റി എനിക്ക് ഇന്ത്യക്ക് പോകുന്നുണ്ടു. ശരി അമ്മ, നീ ഇന്ത്യക്ക് പോയിട്ട് വാ എന്ന് പറഞ്ഞു. താങ്ക്സ് ആൻറ്റി. ശരി അങ്കിൾ ആൻറ്റി. അങ്ങനെ പറഞ്ഞിരുന്നു. അവർക്കും ലാംഗ്വേജ് അറിയും, അത് മാത്രമല്ല അവർക്ക് എല്ലാ ലാംഗ്വേജും അറിയും. അതുകൊണ്ട് ഇന്ത്യൻ ലാംഗ്വേജ് അറിയാം. അവർക്ക് സ്വന്തം ബിസിനസ്, അവിടെ സ്വന്തം ഫ്രണ്ട്സ്, സ്വന്തം ബിസിനസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ലാംഗ്വേജ് ഓർക്കും. അത് ഇങ്ങനെ ഇന്ത്യക്ക് വരില്ല, അവർ ഇന്ത്യക്ക് വന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇന്ത്യൻ ലാംഗ്വേജ് അറിയും. ഹീറോയി വീട്ടിലേക്ക് പോയി. മോം ഡാഡി എന്താടി? എൻ്റെ ഹസ്ബൻഡ് അവർ വീട്ടിലുണ്ട്. അവർ എയർപോർട്ട് ഇങ്ങനെ ഫ്രണ്ട്സ് സംസാരിക്കായിരുന്നു. അവർ ഇന്നായിട്ട് സംസാരിക്കായിരുന്നു. എല്ലാവരും എടി മച്ചി അവിടെ നോക്ക്. എന്താ നോക്കാം? 7 വയസ്സ് പോയായിരുന്നു. മമ്മി, ഇവരെന്തിനാ ഇവിടേക്ക് വന്നത്? നമ്മ ഇന്ത്യയിൽ പോവാ ജോലിയായിട്ട്. ഇവരെന്തിനാ? ഇല്ല മോളെ, ടിക്കറ്റ് ബുക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഞാൻ അവരുടെ കൂടെ വരില്ല, നീ അവരുടെ കൂടെ വാ. മോം പറഞ്ഞേക്കുമാ, നീ അവരുടെ കൂടെ പോ. എന്താ വീട്ടിൽ ചാവി, നീ വീട്ടിലേക്ക് പോയിക്കോ. മോം ശരിയടി, പോയോടി. എല്ലാവരും കഷ്ടം. ഫ്രണ്ട്സിൻ്റെ മച്ചി നിങ്ങൾ വാ. ഇല്ലടി, നിൻ്റെ ഹസ്ബൻഡ് കൂടെ പോവാ, ഞാനെന്തിൻ്റെ വരുന്നത്? ഇവളൊരു കാര്യം. എങ്ങനെ വീട്ടിൽ ഞാൻ അവരുടെ ഫ്ലൈറ്റിൽ കയറിയായിരുന്നു. അവർക്ക് സ്വന്തം ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഫ്ലൈറ്റിൽ കയറി മുറയ്ക്കായിരുന്നു. എന്തിനു മുറിക്കണേ? അങ്ങനെ മുറിക്കായിരുന്നു. അവർ ശരിക്കും അറിയാം ഇവളിങ്ങനെ മുറിക്കണേ. അങ്ങനെ മുറിച്ചായിരുന്നു. അങ്ങനെ ആയിട്ട് അങ്ങനെ ഹീറോയുടെ മമ്മി വീട്ടിലൊക്കെ കുറച്ച് ലേറ്റായിരുന്നു. അവർ ഫസ്റ്റ് പോയി എത്തിയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് അവർ ഇറങ്ങി കുറച്ച് നേരത്തെ അവർ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ പോയി. ഇതേത് ഫ്ലൈറ്റ്? അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തിയായിരുന്നു. ഹീറോയുടെ മമ്മി ഡാഡി ഇവർ വരുമ്പോൾ ലേറ്റാവും. അങ്ങനെ അവരെല്ലാം കറക്കായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷന്, എനിക്ക് വീട്ടിലൊക്കെ പോകണം എന്ന് പറഞ്ഞ് അവർ മുറയ്ക്കായിരുന്നു. ശരി ഓക്കെ അങ്ങനെ പറഞ്ഞ് ഹീറോയിൻ്റെ വീട്ടിലൊക്കെ എത്തി. ഹീറോയിൻ്റെ വീട്ടിൽ നോക്കുക, വീട്ടിൽ എല്ലാവർക്കും ആക്കായിരുന്നു. മമ്മി നിങ്ങൾ വീട്ടിലോ? എത്തിയമ്മ വീട്ടിലൊക്കെ. ചേട്ടനിക്ക് ലേറ്റായി, അതുകൊണ്ട് നമ്മൾ അവിടെ ഡൽഹിയിൽ നിന്ന് താമസിക്കാൻ പറ്റില്ലായിരുന്നു. അവിടുന്ന് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഹീറോ വീട്ടിലേക്ക് എത്തിയായിരുന്നു. വീട്ടിലെല്ലാവരും അപ്പുറത്തെ വീട്ടിൽ ഹീറോയ്ക്ക് മാരേജ് ചെയ്ത് നോക്കാൻ വന്നായിരുന്നു. ചെറുക്കന്മാർ സുന്ദരനാ, ചന്തമുണ്ട് എന്നാ പറയുന്നായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായി. ഇവരാരെന്നറിയാത്ത ഈ ആൻറ്റിമാർ വയാൻ തുടങ്ങിയല്ലോ. അവരുടെ കുട്ടികൾക്ക് ഇവരെനിക്ക് അറിയൂ അങ്ങനെയിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അവരുടെ കുട്ടികൾ, നീയാ മാരേജ് കഴിച്ചത്? നന്നായിട്ട് ഇത് 2 വില്ലിമാർക്ക് ന്യൂസ് പോയി. ഇവൾ മാരേജ് കഴിച്ചു. ആര് മാരേജ് കഴിച്ചു അത് അറിയില്ല. എന്താടി പറയാ, മാരേജ് കഴിച്ചോ? അങ്ങനെ 2 ഗേൾസ് സംസാരിച്ച് പോകുന്ന കേട്ടായിരുന്നു. അവൾക്ക് മാരേജ് ആയി, ഹസ്ബൻഡ് കാണാൻ സുന്ദരനായിട്ടുണ്ട് അങ്ങനെയായിട്ട് പറയായിരുന്നു. ഇത് കേട്ടപ്പോൾ എന്നെ കുറച്ച് ഡൗട്ടായിരുന്നു. മാരേജ് ആയ ശരി, അപ്പോൾ അർജുൻ എനിക്ക എന്ന് പറഞ്ഞാണ്. അപ്പോൾ പിന്നെ ഒരു ഗേൾ പറയുക, അപ്പോൾ PTS എനിക്ക എന്ന്.
മണ്ടന്മാർ. അതും അറിയാതെ ഹീറോയി കോളേജിലേക്ക് വന്നായിരുന്നു. പീറ്റേഴ്സ് മെമ്പർ മാസ്ക് ഇട്ട് ആ ഹീറോയിനെ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങിയായിരുന്നു. അത് നൈറ്റ് നന്നായിട്ട് പറയുമായിരുന്നു, നൈറ്റ് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയി കോളേജിൽ പോകാൻ തുടങ്ങിയായിരുന്നു ഫ്രണ്ട്സിനോട്. അതേ വെച്ച് അങ്ങനെ ആയിട്ട് ഹീറോയി തിരിഞ്ഞു നോക്കി ആരെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ കോളേജ് അടുത്തോടെ ബൈക്കിനടുത്ത് നിന്നിട്ട് സീനിയർ അർജുൻ, ആ അനു, ആ എന്ത് സീനിയർ, ആ അർജുനെ വിളിച്ചോ, ഒരു സെക്കൻഡ് വന്നു. ഇത് കേട്ടപ്പോൾ ആർമ്മക്ക് മനസ്സിലായി ഇവനാണോ അർജുൻ. എന്നിട്ട് സീനിയർ വരടങ്ങി. അതില്ല അങ്ങനെ ഇങ്ങനെ ഒരു ഡെക്കേഴ്സ് ചെയ്തായിരുന്നു. ഒരു ഫ്ലവർ എടുത്തോണ്ട് വന്ന് ഇങ്ങനെ, എന്ത് സീനിയർ, ഹലോ യു, എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കാൻ പറ്റുമോ, എല്ലാവരും ഇത് പ്രപ്പോസ് ചെയ്ത്. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. എന്ത് ഗേൾ ഫ്രണ്ടോ, ആർമ്മക്ക് ടെൻഷൻ ഇടാത്ത. അപ്പോൾ പെണ്ണ് വന്നു. അപ്പം വന്നു, സീനിയർ ഇവൾക്ക് മാരേജ് ആയി, അതറിയുടെ സീനിയർ. ഇത് കേട്ട് അപ്പോൾ ആർമ്മക്ക് സമാധാനമായി. എന്ത് മാരേജ് ആയാ, അതെ സീനിയർ എനിക്ക് മാരേജ് ആയി സീനിയർ, ഞാൻ സിംഗിളല്ല കമ്മിറ്റ് സീനിയർ എന്ന് പറഞ്ഞ അവിടുന്ന് ഒറ്റ ഹീറോ ഓടിപ്പോയി. അപ്പോൾ സമാധാനായി. പിന്നെ ഒരു ഗോളും ഇങ്ങനെ മുറിക്കുന്നു, എന്താ എനിക്ക് മാരേജ്. അപ്പം PTS എനിക്ക് അങ്ങനെയായിട്ട് ആ പെണ്ണ് വരാനൊക്കെ, എന്താ PTS നിനക്കാ, അപ്പം നിനക്കാ, അത് നോക്കിക്കോളാം പോടി എന്ന് ഹീറോയി പറഞ്ഞു പോയിരുന്നു. ഹീറോയി പഠിച്ച് ആ സീനിയർ പഠിച്ച് കോളേജ് ഗ്രാജുവേറ്റ് ആയി. ഹീറോയി നന്നായിട്ട് പഠിച്ചു, ഗ്രാജുവേറ്റ് ആയി നന്നായിട്ടായി. പിന്നെ ഹീറോയ്ക്ക് ഇത് ഇന്ത്യൻ സൈസ് മാരേജ് അത് വെക്കുക എന്ന് പ്ലാൻ ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ഇന്ത്യൻ സൈസ് എല്ലാവരും വന്നായിരുന്നു. ഹീറോ ഇന്ത്യൻ സൈസ് മാരേജ് എല്ലാവരും വന്ന് ആ ഗേൾ വന്നാണ്, PTS മെമ്പർ വന്നായിരുന്നു. ഇവരൊന്നും ഇവിടെ ഇങ്ങനെ റിവീൽ ചെയ്തായിരുന്നു, ഈസ് മൈ വൈഫ്. ഓൾറെഡി അവർ ഇത് മാരേജ് കഴിഞ്ഞു ഇന്ത്യൻ സൈസിൻ്റെ മാരേജ് കഴിഞ്ഞു. ആ പെൺകുട്ടി വന്ന് കുറച്ച് ഫുൾ ഭയങ്കര മാരേജ് നടന്നു. പിന്നെ റിവീൽ ചെയ്തു, ഈസ് മൈ വൈഫ് എന്നെല്ലാവരും പറഞ്ഞിരുന്നു. ആ പെണ്ണിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു. എന്ത് PTS മെമ്പർ ഇവിടെ മാരേജ് കഴിച്ചു. പിന്നെ രണ്ടാമത്തെ പുള്ളി. അങ്ങനെ ആ പെണ്ണിക്ക് ടെൻഷനായിരുന്നു. ആ പെണ്ണിക്ക് മാരേജ് വരാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും വന്നായിരുന്നു, ആ പെണ്ണിക്ക് വരാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും സ്റ്റേജിൽ ഹീറോയ്ക്ക് ഇത് ഗ്രാജുവേറ്റ് ആകുമ്പോൾ പറഞ്ഞായിരുന്നു എൻ്റെ വൈഫ് എന്ന്. എല്ലാ ഗേൾസ് ചിലപ്പോൾ ഷോക്കായിരുന്നു. ആ പെണ്ണിക്ക് എന്ത് പക്ഷേ ഹീറോയ്ക്ക് ഇവിടെ പറഞ്ഞു. അപ്പോൾ എല്ലാ ബോഡി ഗാർഡ് വന്ന് ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയി. ആ പെണ്ണിക്ക് ഷോക്കായിരുന്നു.